Hi friends, welcome to Happy Mind. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കിച്ചടിയാണ്. പൈനാപ്പിൾ കിച്ചടി നമ്മൾ കൂടുതലായി സദ്യയുടെ കൂടെയാണ് കഴിക്കാറ്. നമുക്കിന്ന് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ എല്ലാവരും ഈ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനാവശ്യമായത് ഒരു കൈതച്ചക്ക. ഞാനിവിടെ ചെറിയൊരു കൈതച്ചക്ക ചെറുതായി അരിഞ്ഞതാണ് എടുത്ത്, 3 പച്ചമുളകും, പിന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന കടുക്, പിന്നെ ഒരു തൈര് നന്നായി കട്ടയൊക്കെ ഉടച്ച തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായി കിച്ചടി ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു പാത്രത്തിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച് കൈതച്ചക്ക ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 3 പച്ചമുളകും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി ഇത് കൈതച്ചക്കയിലേക്ക് നന്നായി ഇളക്കി ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. കൈതച്ചക്ക വേവാൻ ആവശ്യമായ വെള്ളമാണ്. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. കുറച്ച് സമയം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് കൈതച്ചക്ക നന്നായി തിള വന്നിട്ടുണ്ട്, പക്ഷെ ശരിക്കും വെന്തിട്ടില്ല. നമുക്കൊന്നും കൂടി വെച്ച് വേവിക്കാവുന്നതാണ്. കൈതച്ചക്ക എന്നാൽ നന്നായി ഉടഞ്ഞു കിട്ടുമെന്നില്ല, പക്ഷെങ്കിൽ എന്നാലും നന്നായിട്ട് വെന്തോളും. ഓക്കെ, അപ്പോൾ കൈതച്ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനൊന്ന് ഇത്ര വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, കൈതച്ചക്ക നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 മുറി തേങ്ങ, ഞാനിവിടെ 1/2 മുറി തേങ്ങയാണ് എടുത്തത്. 1/2 മുറി തേങ്ങ നന്നായി മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നന്നായി കൈതച്ചക്കയിൽ ചേർക്കുക. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി ജീരകം, ഞാൻ 1 പിടി, അതായത് 1 ടേബിൾ സ്പൂണേ ഉള്ളൂ, 1 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത്, പിന്നെ 1 ടേബിൾ സ്പൂൺ കടുക്, നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കടുക് ചേർക്കാം. ഇനി വേണമെന്നുള്ളവർക്ക് കടുകും ജീരകവും തേങ്ങയുടെ കൂടെ തന്നെ അരച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി ചേർക്കുക. ഇത് ഈ സമയത്ത് നമുക്ക് മധുരമോ ഉപ്പോ നമ്മളുടെ അളവിനനുസരിച്ച് നോക്കി ചേർക്കാവുന്നതാണ്. വീണ്ടും വേണമെങ്കിൽ, എനിക്കിവിടെ പാകമാണ്. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഈ ചൂടോടെ തന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനൊരു വറവ് തയ്യാറാക്കാനാണ്. വറവ് തയ്യാറാക്കാൻ ആവശ്യമായ ഒരു പാൻ എടുത്ത് വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് കടുക്, ഞാനൊരു നേരത്തെ പൊടിച്ചു വെച്ച കടുക് തന്നെയാണ് ഇതിലേക്ക് ഇട്ടത്. നിങ്ങൾക്ക് അല്ലാത്ത കടുകും ചേർക്കാം. കടുക് ചേർത്ത് നന്നായി ആയതിനു ശേഷം 3 വറ്റൽമുളക് ചേർത്ത് ഇതിലേക്ക് വറവുണ്ടാക്കാം. പിന്നെ കരിവേപ്പിലയും ചേർത്ത് വറവ് തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മളാക്കി വെച്ച കിച്ചടിയിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി ചേർക്കുക. നമ്മുടെ കിച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ പൈനാപ്പിൾ കിച്ചടി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വേഗം തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പൈനാപ്പിൾ കിച്ചടി. അപ്പോൾ മറക്കല്ല, എൻ്റെ ചാനൽ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.